ജാലിയൻ വാലാബാഗ് 107 വർഷങ്ങൾക്കിപ്പുറവും രക്തം കിനിയുന്ന കണ്ണീരുപ്പു കലർന്ന 1000 ദീനരോദന മുഴക്കത്തോടെ ലോകം മുഴുവൻ ജ്വലിച്ചു നിൽക്കുന്ന ഒരോർമ്മ. വർഷം 1919. ഏതൊരു ഇന്ത്യക്കാരനെയും വിചാരണ കൂടാതെ തടവിലിടാം എന്ന കരിനിയമമടങ്ങിയ റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിൽ പാസാക്കുന്നു. സ്വാതന്ത്ര്യസമരം അടിച്ചമർത്താനായി ഉണ്ടാക്കിയ ഈ നിയമം സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഇന്ത്യൻ സമരസേനാനികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ഇന്ത്യയൊട്ടാകെ പ്രതിഷേധം അലയടിച്ചുയർന്നു. 1919 ഏപ്രിൽ 10 പഞ്ചാബിൽ റൗലറ്റ് ആക്ടിനെതിരെ സമരകാഹളം മുഴക്കി വലിയ പ്രതിഷേധ റാലി നയിച്ച സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്നീ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്യുന്നു. 1919 ഏപ്രിൽ 13 സിഖ് മതോത്സവമായ വൈശാഖി ഉത്സവ ദിനത്തിൽ തങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിലും റൗലറ്റ് ആക്ടിനെതിരെയും പ്രതിഷേധിക്കുന്നതിനായി സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ഒരു വലിയ ജനത സമാധാനപരമായി ജാലിയൻ വാലാബാഗിൽ ഒത്തുചേരുന്നു. മുദ്രാഗാനം മുഴക്കി സമാധാനപരമായി ആ യോഗം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയർ സമരസേനാനികളെ വെടിവയ്ക്കാനുള്ള ഉത്തരവും നൽകി ബ്രിട്ടീഷ് പട്ടാള മേധാവി ജനറൽ റെജിനാൾഡ് ഡയറുടെ നേതൃത്വത്തിലുള്ള പട്ടാളത്തെ യോഗസ്ഥലത്തേക്ക് അയക്കുന്നത്. ചുറ്റും വലിയ മതിലുകളുള്ള വലിയ കെട്ടിടങ്ങൾ നിറഞ്ഞ ഒരു മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. മൈതാനത്തിലേക്ക് കെട്ടിടങ്ങൾക്ക് നടുവിലൂടെ ഒരു ഇടുങ്ങിയ വഴി മാത്രം. ആ വഴിയിലൂടെ മൈതാനത്തിലേക്ക് പ്രവേശിച്ച ജനറൽ ഡയറുടെ ബ്രിട്ടീഷ് പട്ടാളം നിരായുധരായ ജനങ്ങൾക്ക് നേരെ ഒരു അറിയിപ്പും നൽകാതെ വെടിയുതിർത്തു. വെടിയൊച്ചകളുടെ ഗർജനത്തിലും ആർത്തനാദത്തിൻ്റെ കടലിരമ്പത്തിലും മുദ്രാഗീതം അലിഞ്ഞില്ലാതായി. അന്ന് ജാലിയൻ വാലാബാഗിലെ കെട്ടിടങ്ങളിൽ പതിച്ച വെടിയുണ്ടകൾ ഉണ്ടാക്കിയ അടയാളങ്ങൾ ഇന്നും അവിടെ കാണാനാകും. തങ്ങളുടെ പക്കലുള്ള തിരകൾ കഴിയുന്നതുവരെ പട്ടാളം വെടിവെപ്പ് തുടർന്നു. പരക്കം പാച്ചിലിൽ മൈതാനത്തുള്ള കിണറിലേക്ക് വീണ ജനങ്ങൾക്ക് നേരെയും അവർ വെടിയുതിർത്തു. 120 മൃതശരീരങ്ങളാണ് ആ കിണറിൽ നിന്നും പിന്നീട് കണ്ടെടുത്തത്. ബ്രിട്ടീഷ് കണക്കുപ്രകാരം 370ഉം യഥാർത്ഥ കണക്കുപ്രകാരം 1000-ലധികവും ദേശസ്നേഹികളാണ് മനസാക്ഷി നിശ്ചലമാക്കിയ ആ കൂട്ടക്കൊലയിൽ മരിച്ചു വീണത്. അന്ന് ആ കൂട്ടക്കൊല നടത്തുന്നതിനിടയിൽ ബ്രിട്ടീഷ് പട്ടാളവും ജനറൽ ഡയറും ശ്രദ്ധിക്കാതെ പോയ ഒരു കൗമാരക്കാരനുണ്ടായിരുന്നു. മതവർഗീയതയ്ക്കെതിരെയുള്ള സന്ദേശമായി തൻ്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാക്കി മാറ്റിയ ഉധം സിംഗ്. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ അപലപിക്കലിന് ചെവി കൊടുക്കാത്ത 100ാം വാർഷിക ദിനത്തിൽ ബ്രിട്ടീഷ് ഭരണ മേധാവി തെരേസ മെയ് നടത്തിയ ഖേദപ്രകടനത്തിന് കാത്തുനിൽക്കാത്ത പോരാളിയായ സർദാർ ഉധം സിംഗ്. 1940 മാർച്ച് 13 ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊലയ്ക്ക് സാക്ഷിയായ ഉധം സിംഗ് 21 വർഷങ്ങൾക്ക് ശേഷം ലണ്ടനിലെത്തി. അവിടുത്തെ ക്യാപിറ്റൽ ഹാളിലെ ഒരു പരിപാടിക്കിടയിൽ മൈക്കിൾ ഒ ഡയറുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമ്പോൾ 10,000-കണക്കിന് ജനങ്ങളുടെ നെഞ്ചിലെ പ്രതികാരാഗ്നിയാണ് അന്ന് ശാന്തി അടഞ്ഞത്. ഇന്ന് ജാലിയൻ വാലാബാഗ് ഒരു സ്മാരകമാണ്. അമൃത് പോലെ നുകരുന്ന സ്വാതന്ത്ര്യ ജീവിതം നയിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി രക്തമൂറ്റി നൽകി ജീവത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്പന്ദിക്കുന്ന സ്മാരകം. ഏകദേശം 6.5 ഏക്കറോളം വരുന്ന ഈ സ്മാരകത്തിൽ രക്തസാക്ഷികളുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടുത്തിയ മ്യൂസിയം, ചരിത്ര വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഗാലറികൾ, രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായുള്ള സ്തൂപം എന്നിവ സ്ഥിതി ചെയ്യുന്നു. ചരിത്ര സംഭവങ്ങൾ കോർത്തിണക്കി തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുന്ന തിയേറ്ററാണ് ഈ കാണുന്നത്. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ ജ്വലിക്കുന്ന തീക്കനൽ പോലെ ഒരിക്കലും അണയാത്ത അമർജ്യോതി. അതിനടുത്ത് ധ്യാനത്തിലിരിക്കുന്നതിനായുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചെരുപ്പ് ധരിക്കാതെ വേണം അവിടെ പ്രവേശിക്കാൻ. 1974 ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യക്ക് കൈമാറിയ ഉധം സിംഗിൻ്റെ ഭൗതികാവശിഷ്ടം സംസ്കരിച്ച ചിതാഭസ്മം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഇവിടെയാണ്. ജാലിയൻ വാലാബാഗിലെ ഈ സ്തൂപം അമേരിക്കൻ ശില്പിയായ ബെഞ്ചമിൻ പോൾക്കാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
30 അടി ഉയരമുള്ള ഈ സ്തൂപം ചുവന്ന രാധാനഗരി മണൽക്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ജ്വാലയെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ സ്തൂപം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിൽ നിന്നും വെറും 300 മീറ്റർ ദൂരത്താണ് ജാലിയൻ വാലാബാഗ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പ്രവേശന ഫീസില്ലാതെ ഇവിടം സന്ദർശിക്കാം.